ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ PLR. ഞാൻ നിങ്ങളുടെ സ്വന്തം മോക്കിൻ പെരുവല്ലൂർ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ടാറ്റ മോട്ടോഴ്സിൻ്റെ പഞ്ച് EV 2024 പഞ്ച് EV ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ നമുക്ക് ഈ പഞ്ച് EVയെ കുറിച്ച് പറയുമ്പോൾ പഞ്ച് EVയുടെ ബാറ്ററിയാണ് ഞാൻ ഫസ്റ്റായിട്ട് പറയുന്നത്. 25 to 35 kWh 320 വാട്ട് ലിഥിയം അയൺ ബാറ്ററിയാണ് നമുക്ക് പഞ്ച് EVയിൽ വരുന്നത്. പിന്നെ ബാറ്ററിയുടെ ചാർജിങ് ടൈം വരുന്നത് 3.6 to 5 hours അറ്റ് 220 വോൾട്ടിലാണ് വരുന്നത്. ഇത് നോർമൽ ചാർജറാണ്. നമ്മൾ ഫാസ്റ്റ് ചാർജറാണ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് വരുന്നത് വെറും 56 മിനിറ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ പവറിൻ്റെ കാര്യം പെർഫോമൻസിൻ്റെ വൈസ് നോക്കുമ്പോൾ 0 to 100 കിലോമീറ്ററിൽ വരാൻ ഈ വണ്ടിക്ക് വെറും 9.5 സെക്കൻഡ്സാണ് വേണ്ടു. അപ്പോൾ ആ പെർഫോമൻസായി, നമ്മുടെ ബാറ്ററിയുടെ പവറായി, ബാറ്ററിയായി. പിന്നെ നമുക്ക് ഇതിൻ്റെ കാർഗോ വോളിയം, സ്പേസിൻ്റെ കാര്യത്തിൽ കാർഗോയിൽ വോളിയം വരുന്നത് 366 ലിറ്റർ, 366 ലിറ്ററാണ് കാർഗോ സ്പേസ് വരുന്നത്. പിന്നെ 5 ഡോറിൽ വരുന്ന ഈ വാഹനത്തിന് 20 വേരിയൻസിൽ വാഹനം ലഭ്യമാണ്. പഞ്ച് EV 20 വേരിയൻസിൽ പഞ്ച് EV ലഭ്യമാണ്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള എക്സ് ഷോറൂം പ്രൈസ് ആരംഭിക്കുന്നത് 10,99,000, 10,99,000 ആണ് തൃശ്ശൂർ ജില്ലയിലെ എക്സ് ഷോറൂം പ്രൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന കിടുക്കാച്ചി കുറച്ച് സംഭവങ്ങളുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സംഭവങ്ങൾ അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. കണ്ട, എനിക്ക് ഫസ്റ്റ് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഇൻഫോടൈൻമെൻറ്റ്, പിന്നെ IRVM നമുക്ക് ഓട്ടോഡിം IRVM ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻഫോടൈൻമെൻറ്റ് ഹാർമൻ്റെ ഇൻഫോടൈൻമെൻ്റ് ആണ് വരുന്നത്. പിന്നെ ഡാഷ്ബോർഡിൻ്റെ ക്വാളിറ്റി ഒക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അതുപോലെ തന്നെ ഈ നമ്മുടെ സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻറ്റർ ആ പോർഷൻ അതും എനിക്കിഷ്ടമായി. പിന്നെ നമ്മുടെ സീറ്റ് വരുന്നത് വെൻറ്റിലേറ്റഡ് സീറ്റാണ്. വെൻറ്റിലേറ്റഡ് സീറ്റിനുള്ള സ്വിച്ചാണ് അത്. പിന്നെ നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ ഈ ട്രിമ്മൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വളരെ ഒരു പ്രത്യേക ലുക്കാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വരുന്നത് ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. സ്റ്റിയറിങ്ങിൻ്റെ ക്വാളിറ്റി കുറച്ചും കൂടി നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ പഞ്ച് EVയിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഈ വണ്ടിയിൽ നമ്മുടെ ORVM വിത്ത് ടേൺ ഇൻഡിക്കേറ്റർ ഉണ്ട്. അതുപോലെ LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ഉണ്ട്. അതുപോലെ എല്ലാ നോർമൽ വണ്ടിയിൽ ഉള്ളതുപോലെ എല്ലാ ഐറ്റംസും ഉണ്ട്. അതുപോലെ സൺറൂഫ് ഉണ്ട്, ഫ്രണ്ട് ഫോഗ് ലാംപ്സ് ഉണ്ട്, അലോയ് വീൽസ് ആണ് വരുന്നത്. എല്ലാം കിടക്കാച്ചി തന്നെ. നമുക്ക് ഇൻറ്റീരിയർ പോലെ തന്നെ എക്സ്റ്റീരിയറും സേഫ്റ്റി നോക്കി കഴിഞ്ഞാൽ സേഫ്റ്റി ഈ വണ്ടിക്ക് ABS 10 EBD ഉണ്ട്. പിന്നെ SOS കോളിംഗ് സിസ്റ്റം ഉണ്ട്. എല്ലാ ബ്രേക്ക് ഡിസ്ക് വിപ്പിംഗ് ഉണ്ട്. എല്ലാ ഐറ്റംസും വരുന്ന നല്ല സേഫ്റ്റി വരുന്ന 6 എയർ ബാഗ് വരുന്ന വാഹനമാണ് നമ്മുടെ പഞ്ച് EV. അപ്പോൾ നമുക്ക് 5 സ്റ്റാർ റേറ്റിംഗ് ആട്ടാ. ഗ്ലോബൽ NCAPൻ്റെ റേറ്റിങ്ങിൻ്റെ 5 സ്റ്റാർ റേറ്റിംഗുള്ള വാഹനമാണ് നമ്മുടെ പഞ്ച് EV. അപ്പോൾ അത് വേറെ സവിശേഷതയായി. അപ്പോൾ നമുക്കിതിൽ ഇനി എന്തൊക്കെ ആക്സറീസ് ഉണ്ടെന്ന് നോക്കാം അല്ലേ. അത് ഡോർ വൈസർ വെച്ചിട്ടുണ്ട് ഈ വാഹനത്തിൽ. നമ്മൾ നോർമൽ ഡോർ വൈസറാണ് വരുന്നത്. ഡോർ വൈസർ ഉണ്ട്. പിന്നെ അത് കൂടാതെ വിൻഡോ സൺഷെയ്ഡ് വെച്ചിട്ടുണ്ട്. ഇത് മാഗ്നറ്റിക് വിൻഡോ സൺഷെയ്ഡാണ് വരുന്നത്. പിന്നെ ഡാഷ് ക്യാം, ബ്ലോപങ്ക്റ്റിൻ്റെ ഡാഷ് ക്യാമാണ്. ഫ്രണ്ട് ആൻഡ് റിയർ വ്യൂ വരുന്ന ഡാഷ് ക്യാമിൽ വെറും 9,400 വരുന്ന ഡാഷ് ക്യാം പുറമെ കിട്ടുന്നത് വളരെ ഇതിലും കൂടുതൽ വിലയ്ക്കാണ്. 9,400 ഡീലറുടെ അവിടെ വരുന്ന പ്രൈസ്. പിന്നെ പഞ്ചിൻ്റെ 7D മാറ്റാണ് പഞ്ച് EVക്ക് വരുന്ന 7D മാറ്റ്. എല്ലാം കൊണ്ടും ക്വാളിറ്റി വൈസിൽ നമുക്ക് എപ്പോഴും ടാറ്റ മോട്ടോഴ്സിൻ്റെ ജെനുവിൻ ആക്സസറീസ് കുറച്ചും കൂടി മറ്റ് മാനുഫാക്ചേഴ്സിൻ്റെ ജെനുവിൻ ആക്സസറീസിനേക്കാളും കുറച്ച് മുൻപന്തിയിൽ തന്നെയാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി എപ്പോഴും ടാറ്റ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ടാറ്റയുടെ വിജയം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ബ്ലോപങ്ക്റ്റിൻ്റെ ഒരു വാക്കം ക്ലീനറാണ് ഇരിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് പഞ്ചിൽ വരുന്നത് 3D ബൂട്ട് മാറ്റാണ് വരുന്നത്. ഇതാണ് 3D ബൂട്ട് മാറ്റ്. നമ്മൾ 7D മാറ്റാണ് ഉള്ളിലിട്ടിരിക്കുന്നത്. ഇത് 3D ബൂട്ട് മാറ്റാണ് വരുന്നത്. അപ്പോൾ ആക്സറീസായിട്ട് ഇത്രയും മാത്രമേ ഈ വാഹനത്തിൽ ചെയ്തിട്ടുള്ളൂ. സീറ്റ് ഓവറും കൂടിയുണ്ട്. സീറ്റ് ഓവർ ഈ വാഹനത്തിൽ ചെയ്തിട്ടില്ല, വേറെ വണ്ടിയിൽ ചെയ്ത ഒരു വീഡിയോ നമുക്ക് ലാസ്റ്റ് കാണിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പഞ്ച് EVയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ വണ്ടിയെന്ന് വെച്ചാൽ ഹെഡ് ലാമ്പ് ലെവലിങ്ങും അതുപോലെ ഒരുപാട് സ്പെസിഫിക്കേഷൻസൊക്കെ ഉള്ള നല്ല കിടുക്കാച്ചി വണ്ടിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ കംഫർട്ടും കൺവീനിയൻസൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്ക്. ടിൽറ്റ് അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് ആണ്. പിന്നെ നമ്മുടെ ഇലക്ട്രിക്കലി ഫോൾഡബിൾ ORVM ആണ്. നമ്മുടെ ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് ആണ്.
അങ്ങനെയൊക്കെയാണ്. പണ്ട് നമ്മുടെ പഞ്ചീവിയുടെ സീറ്റ് കവറാണ്, PU സീറ്റ് കവറാണ് വരുന്നത്. കിടുക്കാജിയാണ്, നല്ല കറക്റ്റ് ഫിറ്റ്മെൻ്റ് ആണ്. അപ്പോൾ പുറമെന്ന് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ഉത്തമം നമ്മുടെ ഡീലർഷിപ്പിൽ നിന്ന് തന്നെ ചെയ്യാണ്. അപ്പോൾ ലൈവ് മീഡിയ PLR വേണ്ടി ഞാൻ നിങ്ങളുടെ സ്വന്തം മൊഖിൻ പെരുവല്ലൂർ.